ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, ശശികല. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ജോയ്സ് ടി വിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതെ, സന്തോഷമായിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യവും ദൈവമടികളോട് കൂടെ ഇരിക്കണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്കേനയ്ക്കുള്ളിൽ അല്പസമയം ഞങ്ങളെ ഇരുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആത്മാവിൽ ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസിയെ ബലപ്പെടുത്തുമാറാകണമേ. കേൾക്കുന്നവർക്കത് വലിയ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ ഒക്കെ കർത്താവ് സഹായിച്ചാട്ട്. നമ്മുടെ സന്നിധിയിലിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, ഇപ്പോൾ നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാട്ട്? സ്തോത്രം. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ശശികല മാധവൻകുട്ടി. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ചാത്തന്നൂര് കുമ്മല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും, അദ്ദേഹം ദൈവദാസനാണ്, പ്രയർ ഫെലോഷിപ്പ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചർച്ചിന്റെ സഭാ ശുശ്രൂഷനായിരിക്കുന്നു. ഞങ്ങൾക്ക് 9 മക്കളുണ്ട്. മക്കള് എല്ലാവരും പലരും പല സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് വീട്ടിലുള്ളത്. അതുപോലെ സഭ അടുത്താണ്. സഭാ ചാർജ് ഇളയ മകൻ ഷൈജു പാസ്റ്റർ സഭാ ചാർജില് അച്ഛനെ സഹായിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു. സഹായിക്കട്ടെ. ദേവദാസിയെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ കർത്താവിനെ, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു അനുഭവമാണ്. ആ അനുഭവം ഷെയർ ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ നൽകി തരുന്നത്. അതിനായുള്ള സമയമാണ്. ദേവദാസി അത് വിനിയോഗിച്ചാട്ടോ. ഓക്കെ, താങ്ക് യു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം, ആമേൻ, സ്തോത്രം. പ്രിയ ചാനലിൽ, അതായത് ഈ ചാനലിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി. അതിനാദ്യമായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ ദൈവദാസന്മാർക്കും ചാനലിലുള്ള എല്ലാ അധികാരസ്ഥർക്കും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തിനെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറ്. സ്തോത്രം. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ, സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഹിന്ദു ആചാരപ്രകാരം വിഗ്രഹങ്ങളെ സേവിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അച്ഛനും അമ്മയും ഞാനും എൻ്റെ അനിയത്തി, മൊത്തം മോളാണ് ഞാൻ. ഞങ്ങള് 4 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അധികം വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിലും ഒരു ഇടത്തരം കുടുംബം എന്ന് തന്നെ പറയാം. അത്തരത്തില് ആയിരുന്നു ഞങ്ങൾ കുഞ്ഞുനാളിൽ മുതലേ ഹൈന്ദവ ആചാരപ്രകാരം. എൻ്റെ അച്ഛൻ ഒരു കലാകാരനായിരുന്നു, ഡാൻസറും കഥകളി നടനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം എങ്കിലും ഞങ്ങൾ സ്വസ്ഥമായി കഴിഞ്ഞുകൂടിയിരുന്നു. എൻ്റെ ചെറുപ്രായത്തില് ആദ്യമായി ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ചെറുപ്രായത്തിൽ ഞാനും എൻ്റെ അനിയത്തിയും, അന്ന് എനിക്ക് 8 വയസ്സോ 7-8 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ സമയത്ത് ഒരു ദിവസം ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അമ്മ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോരുന്ന സമയത്ത് ഭയങ്കരമായൊരു മഴ പെയ്തു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ അടുത്ത് താമസിക്കുന്ന ഒരു അമ്മച്ചി, പെന്തക്കോസ്ത് വിശ്വാസമുള്ള ഒരു അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ ആ മഴ നനയാതെ കയറി വന്നു. അപ്പോ ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മച്ചി വരാന്തയിലിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് അറിയാമോ നോഹപ്പൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് യാതൊന്നും അറിയത്തില്ല. കാരണം ഹിന്ദുവിൽ ജീവിക്കുന്ന ഞങ്ങൾ നോഹപ്പൂപ്പിനെ കുറിച്ചൊന്നും കഥയൊന്നും ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, മക്കളെ, ഒരിക്കൽ കർത്താവിന്റെ കാര്യങ്ങളും മക്കളെ നോഹപ്പൂപ്പന്റെ കാര്യങ്ങളും ഒരിക്കൽ ഇതുപോലെ മഴ പെയ്തെന്നും ആ മഴയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായെന്നും നോഹപ്പൂപ്പന് ഒരു പെട്ടകം ഉണ്ടാക്കിയെന്നും അങ്ങനെ ആ പെട്ടകത്തിൽ നോഹപ്പൂപ്പനും കുടുംബവും കയറി രക്ഷപ്പെട്ടെന്നും പിന്നെ കർത്താവിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അന്ന്
ആ സമയം തന്നെ 7 വയസ്സം കണ്ടു. അപ്പോൾ തന്നെ ഒരു ചെറിയ വിത്ത് എന്റെ ഹൃദയത്തിൽ വീഴാനിടയായി എന്ന് ഞാൻ പിൽക്കാലങ്ങളിൽ വിശ്വസിക്കുകയാണ്. അന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, അതെ, യേശു അപ്പച്ചൻ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു, ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ആര് വിളിച്ചാലും അപ്പച്ചൻ മറുപടി തരും. മക്കളും ആ യേശു അപ്പച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ചിന്തിച്ചു, ഒരു പക്ഷേങ്കില് ആ അമ്മച്ചി അവരുടെ മതം നമ്മള് അമ്മച്ചി നിന്ന് വിളിക്കുന്നെങ്കിൽ അന്ന് പെമ്പളെ പെമ്പളെ എന്നാ എന്റെ അമ്മയൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് പെമ്പള അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ കരുതി ഞങ്ങൾ അതത്ര കാര്യമാക്കില്ല. ഞാൻ പറഞ്ഞത്, അന്ന് തൊട്ടേ തമ്പുരാൻ എന്നെ കണ്ടിരുന്നു. അത് മാത്രമല്ല, അമ്മയുടെ ഗർഭത്തിൽ ഒരുപാട് മുമ്പേ കണ്ട ദൈവം ഞാൻ എപ്രകാരമായിരിക്കണം എന്നൊരു വിത്ത് അന്ന് എന്റെ ഹൃദയത്തിൽ ഇടുവാനിടയായി. സ്തോത്രം. അതിനുശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങള് സന്തോഷമായി കഴിഞ്ഞു. എന്റെ യൗവനപ്രായമായപ്പോൾ ഒരു ബ്രാഹ്മണനായ യുവാവിനെ കൊണ്ട് എനിക്ക് വിവാഹം നിശ്ചയിച്ചു. വിവാഹം കഴിഞ്ഞു. അദ്ദേഹം അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു വന്ന ആചാരപ്രകാരം പൂജകളും കർമ്മങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുകയും അതിൽ പങ്കാളിയാകുകയും അതൊക്കെ ചെയ്തു പോന്നു. ഈ അമ്പലങ്ങളിലെ എല്ലാ കാര്യങ്ങളും, അമ്പലത്തിന്റെ സകല കാര്യങ്ങളും നോക്കിക്കൊണ്ട് പൂജാരി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അമ്പല കാര്യങ്ങൾ മാത്രമല്ല, ഈ പൂജകളും കർമ്മങ്ങളും അന്നത്തെ ഈ കോലം വരയ്ക്കുക, കളം വരയ്ക്കുക എന്നൊക്കെ പറയും, ബ്രാഹ്മണ രീതിയിലുള്ള ആ അവസ്ഥകളെല്ലാം ചെയ്ത് എനിക്ക് അത്തരത്തിലൊരു ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതൊക്കെയാണെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത, സമാധാനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മനസ്സെപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഇരട്ട പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിനകത്ത് എപ്പോഴും അലട്ടിലാണ്. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ എനിക്കന്ന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്നിൽ നിന്ന് നഷ്ടമായി. അതെനിക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 4 വയസ്സേ ഉള്ളൂ. ജീവിതത്തിനൊരു മാർഗമില്ല, ഒരു വഴിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി വീട്ടിലായി. അച്ഛൻ്റെ തുച്ഛമായ വരുമാനത്തിൽ ഞാനും കുഞ്ഞുങ്ങളും അമ്മയും എൻ്റെ അനിയത്തിയുമായി കഴിയുന്ന കുടുംബത്തിൽ കഴിഞ്ഞുകൂടാൻ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ എനിക്ക് മാനസികമായി തന്നെ എൻ്റെ സമനില തെറ്റിയ പോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. റൂമെ പോലെ ആരോടും മിണ്ടാതെ സംസാരിക്കാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പ്രകൃതം എനിക്ക് സംഭവിച്ചു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ കുറിച്ച് വളരെ ഭാരപ്പെട്ടു. സമനില തെറ്റിയ പോലെ ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ സംഭവിക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അപ്പോഴേ അച്ഛനും അമ്മയും ചിന്തിച്ചു, വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കും ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഓർത്ത്, ഭർത്താവ് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്ത് മാനസികമായി തകർന്നതായിരിക്കും. അവർക്കൊരു ജോലി എവിടെയെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ ഇത് മാറുമായിരിക്കും എന്ന് കരുതി. അപ്പൊ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫില്, അവിടെ പോസ്റ്റ് ഓഫീസില്, എൻ്റെ സ്വന്തം സ്ഥലം പുനലൂരാണ്, പോസ്റ്റ് ഓഫീസിന്റെ ഒരു ജോലി താൽക്കാലിക ജീവനക്കാരിയായിട്ട് അച്ഛന്റെ സുഹൃത്ത് മുഖേന എനിക്ക് അവിടെ വർക്ക് ചെയ്യാനിടയായി. അത് താൽക്കാലിക ജീവനക്കാരി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ലീവ് എടുത്താൽ, ED സെക്ഷനിൽ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ലീവ് എടുത്താൽ അവിടെ ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്യുക. അപ്പോൾ ദിവസക്കൂലിക്കനുസരിച്ച് ഡെയിലി വേജസിന് ഞാൻ അവിടെ ജോലി ചെയ്യാൻ എന്നെ അച്ഛൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. തുച്ഛമായ വരുമാനം. അപ്പൊ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞ് അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പോസ്റ്റ് ഓഫീസിലുള്ളവർ അറിഞ്ഞും കേട്ടുമൊക്കെ അവര്, അയ്യോ കഷ്ടം, 2 കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ലല്ലോ, നമുക്ക് ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഒരാഴ്ച എടുക്കും, 2 ദിവസം എടുക്കും, അല്ലെങ്കിൽ 4 ദിവസം എടുക്കും. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്യാൻ ഇടയായി. 2-3 വർഷം അത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ ഞാൻ ജോലി ചെയ്തു. പിന്നെ ക്രമേണ ആളുകളുടെ സഹതാപം ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ ജോലി ഇല്ലാതായി. ഈ സഹതാപമൊക്കെ കുറച്ച് നാളുകളല്ലേ നിൽക്കൂ. അത് കുറഞ്ഞു വന്നപ്പോൾ പിന്നെ മാസത്തിൽ 1 തവണയുള്ള ജോലി, അത് വളരെ ബുദ്ധിമുട്ടായി, ആകെ പ്രയാസമായി. ഇതിനിടയ്ക്ക് അച്ഛന് സുഖമില്ലാതായി. അപ്പം വീട്ടിലെ വളരെ കഷ്ടത കൂടി. എൻ്റെ അനിയത്തി തയ്ക്കാൻ പോകും. ഞാൻ ഈ തുച്ഛമായ വരുമാനത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് ഇരട്ട പ്രസവിച്ച 2 കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അവർ പഠിക്കുമ്പോൾ പേന തീർന്നു പോയാൽ റീഫില്ലർ വാങ്ങിച്ചു കൊടുക്കും. 50 പൈസയേ ഉള്ളൂ ഒരു റീഫില്ലറിന്. അങ്ങനെ റീഫില്ലർ വാങ്ങിച്ച പേനയിൽ ഇട്ടുകൊണ്ട് ഒരു പേന അവർ 1 വർഷം ഉപയോഗിക്കും. എൻ്റെ കുഞ്ഞു അത്ര കഷ്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ അമ്മ സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു, ഈ പോസ്റ്റ് ഓഫീസിൽ ജോലി മാത്രം ഒക്കത്തില്ല. ഞാനൊരു കടയിൽ ജോലിക്ക് കയറി. ആ കടയിൽ ജോലി ചെയ്തപ്പം കുറച്ച് സ്റ്റാഫുകൾ ഞങ്ങളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിലൊരു സ്റ്റാഫ് ലിസി എന്ന് പറയുന്ന കുട്ടി ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിന്റെ കുട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, വലിയ ശമ്പളമൊന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി ഉള്ളതാകട്ടെ എന്നല്ല, അത് മാസം തോറും കിട്ടുമല്ലോ എന്ന് കരുതി ആ കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലിസി എല്ലാ വെള്ളിയാഴ്ചകളിലും കണ്ണുനീരുടെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോകുന്ന സമയത്ത് അല്പസമയം ഇരുന്ന്
പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഇന്ന് ഉപവാസമാണ്, ഉച്ചവരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ പോകുമ്പം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി അവൾ അറിയാതെ പോയി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കരയുകയാണ് ആ കുട്ടി. കരയുന്നു പറയുന്നത്, ദൈവമേ ശശികലയ്ക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കണമേ, അവളുടെ വിഷമവും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണമേ എന്ന് കണ്ണുനീരോടെ പറയുന്ന ലിസിയെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഞങ്ങളൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നുവരെയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ആ കുട്ടിയോട് വളരെ മടുപ്പ് തോന്നി. അത് മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, പലർക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നു പല ദിവസങ്ങളിൽ ഞാൻ കണ്ടു. എനിക്ക് അതോടുകൂടി ആ വിശ്വാസത്തിലൊരു മതിപ്പ് തോന്നി. ഞാൻ വിശ്വസിച്ച് വന്ന ദൈവങ്ങളെ, ഒരുപാട് ദൈവങ്ങളുണ്ട്, വിശ്വസിച്ച് വന്ന ആചാരപ്രകാരം അമ്പലങ്ങളിലായാലും മറ്റുള്ളവർക്ക് പോയാലും ദൈവമേ എന്നെ കരുതണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ കരുതണമേ, എൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മയും കരുതണമേ, ഞങ്ങൾക്ക് വേണ്ടുന്നൊക്കെ തരണമേ എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ രീതി അനുസരിച്ചുണ്ടായിട്ടില്ല. പക്ഷേ ഈ മാർഗത്തിൽ വന്ന ഒരു സഹോദരി ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ആ വിശ്വാസത്തിലല്ലാത്ത അമേൻ സ്തോത്രം അന്ധവിശ്വാസത്തിലിരുന്ന എൻ്റെ ഹൃദയത്തിൽ അതൊരു ചലഞ്ചായി തീരുവാനിടയായിട്ടുണ്ട്. അമേൻ സ്തോത്രം. അതിനുശേഷം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ജിസി എനിക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ താല്പര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ ഉൾപ്പെടുത്തും. അപ്പൊ രണ്ടുപേരും കൂടെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ അവിടെ മുതലാളി സമ്മതിക്കത്തില്ല. എങ്കിലും ശശികലയ്ക്ക് ഞാനൊരു ബൈബിൾ തരാം, ശശികല അതുകൊണ്ട് വായിക്കുന്നു പറഞ്ഞു. അങ്ങനെ ലിസി എനിക്കൊരു ബൈബിൾ, പുതിയ നിയമം ബൈബിൾ തരാനിടയായി. പ്രിയപ്പെട്ടത്, ഞാൻ പറയട്ടെ, ഈ ബൈബിൾ ആദ്യം ഒരിക്കൽ എനിക്ക് കിട്ടിയതാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവർക്കും പുതിയ നിയമം ബൈബിള് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു, ആരോ കൊണ്ട് കൊടുക്കുന്നതാ. അത് ഞാൻ അന്ന് കാലത്ത് ആ പുസ്തകം, എനിക്കെന്തിനാ ഈ പുസ്തകം നേടി ഞാനത് ഉപേക്ഷിച്ചു. അത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല, പിന്നെ ഞാനത് തിരക്കിയിട്ടുമില്ല. എന്നാൽ ലിസി തന്ന ബൈബിൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, ഭദ്രമായി കൊണ്ടുവന്നു, അത് വായിക്കാൻ ഇടയായി തോന്നി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസമായി. എനിക്ക് സമാധാനം ജീവിതത്തിൽ ഉണ്ടാകാനിടയായി. ബൈബിൾ വായിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല, എന്താണ് എഴുതിയേക്കുന്നത്, അതിന്റെ പൊരുളോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വിഷയം അന്നത്തെ എന്താണോ വിഷയം, അതിന് ദൈവം ആ ബൈബിളിലൂടെ ദൈവം എനിക്ക് മറുപടി തന്നുകൊണ്ടേ. അങ്ങനെ ഇരിക്കെ ഞാൻ ആ ബൈബിൾ വായിക്കുകയും ലിസിയോടൊപ്പം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പം ലിസിയുടെ ഒരു കൂട്ടുകാരി, ഒരു അമ്മാമ്മ, ഇടമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുഞ്ഞുമോൾ അമ്മാമ്മ, ഇച്ചിരി പ്രായമുള്ള ഒരു ആന്റിയാണ്. ആ ആന്റിയുടെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒരു എഞ്ചിനീയറാണ്. ഈ ആന്റി ലിസിയെ കാണാൻ വന്നപ്പോൾ ലിസി എന്നെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് ശശികലയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ ആ ആന്റി AG ചർച്ചിൽ വരുന്ന ഒരു ആന്റിയാണ്. അപ്പൊ ആന്റിയെ കണ്ടാൽ സൗമ്യമായ സംസാരം, എപ്പോ നോക്കിയാലും ലൈറ്റ് കളർ വസ്ത്രം, അത്തരത്തിലുള്ള ഒരു ധരിക്കുന്ന ഒരു ആന്റിയാണ്. അപ്പം ആന്റി എടുത്ത് പറഞ്ഞു, ഇതുപോലെ ശശികലയ്ക്ക് വിശ്വാസമുണ്ട്. ആന്റി പറഞ്ഞു, മോളെ നീ കർത്താവിൽ വിശ്വസിക്കൂ, നിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും ദൈവം മറുപടി തരും, ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് നീ അറിയും, നീ അതിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ നിരന്തരം ആന്റി ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. വരിക മാത്രമല്ല, എന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കടയിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ലീവ് എടുത്തുകൊണ്ട് എന്നെ പല സ്ഥലത്തും പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആന്റിയുടെ കൂടെ പ്രാർത്ഥനിക്കും. വീട്ടിലറിയുന്നില്ല, വീട്ടിലറിഞ്ഞാൽ അച്ഛൻ വളരെ പ്രതികൂലമായിരിക്കും. കാരണം അച്ഛന് ഈ പ്രാർത്ഥനയിലൊന്നും താല്പര്യമില്ല. അന്ന് ഞാൻ അമ്പലത്തിലെ കരയോഗത്തിന്റെ അംഗവും ആ കരയോഗ കാര്യങ്ങളിലും ഹൈന്ദവ രീതിയിൽ പോകുന്നുണ്ട്. അച്ഛന് ഒരു കാരണവശാലും അച്ഛൻ ഇതിൽ അംഗീകരിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുട്ടിക്കാലമായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്തൊരു യാക്കോബ പള്ളിയുണ്ട്, അവിടെ പോയി 10 പൈസ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും, മോളെ 2 മെഴുതിരി കിട്ടും 10 പൈസക്ക്, നീ ആ മെഴുതിരി അവിടെ കൊണ്ട് കത്തിക്കണം, നിന്റെ സ്കൂളിന്റെ അടുത്തല്ലേ എന്ന് പറയും. അങ്ങനെ ആ കുരിശടിയിൽ പോയി ഞാൻ മെഴുതിരി കത്തിക്കും. അപ്പൊ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. കാരണം അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് അതിന്റെ അടുത്തായിരുന്നു നേരത്തെ അമ്മയുടെ കുടുംബം. അതുകൊണ്ട് അവര് ഹിന്ദു ആണെങ്കിലും എല്ലാ പള്ളിയിലും തൊഴും, അമ്പലത്തിലും തൊഴും, ഹോസ്റ്റൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു രീതി ആയതുകൊണ്ട് അമ്മ എന്നെ പള്ളി മെഴുതി കത്തിക്കാൻ. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ എതിർപ്പില്ല. ഞാൻ അങ്ങനെ ആന്റിയുടെ കൂടെ പലയിടത്തും പ്രാർത്ഥനയ്ക്കൊക്കെ പോയി. അങ്ങനെ ഇരിക്കവേ ജീവിതത്തിൽ വളരെ കഷ്ടതയായി, പ്രയാസമായി. അച്ഛന് സുഖമില്ലാതായി, അച്ഛന് ജോലിക്ക് പോകാൻ വയ്യാതായി, ഹോസ്പിറ്റലിലായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തുച്ഛമായ വരുമാനം. ഞാൻ ആകെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കവേ ഈ ആന്റി എന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ അപ്പോഴേ എന്നയ്ക്ക് മൂക്ക് കുത്തിയിട്ടിട്ടുണ്ട്, കമ്മലും മാല ഇട്ടിട്ടുണ്ട്, പൊട്ടും കുറിയും തൊട്ടിട്ടുണ്ട്. ഇതെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മാമ ഒന്ന് പറയും, ഇതൊക്കെ മാറ്റണം മോളെ, നമുക്കിതൊന്നും വേണ്ട, പൊട്ടും കുറിയൊന്നും വേണ്ട, നീ കമ്മലും മാലയൊക്കെ ഇട്ടോ, പക്ഷെ പൊട്ടും കുറിയൊന്നും വേണ്ടാന്ന് പറയും. പക്ഷെ എന്റെ മനസ്സിൽ അപ്പൊ എന്തൊക്കെക്കാരിയായ അമ്മാമ്മ അങ്ങനെ തന്നെ പറയും, പൊട്ടും കുറിയൊന്നും വേണ്ടെന്ന് പറയും. അതുകൊണ്ട് അമ്മാമ്മ എങ്ങനെ പറഞ്ഞാലും ഞാൻ ഇതൊന്നും മാറ്റത്തില്ല എന്ന് തന്നെ ചിന്തിച്ചു. മാത്രമല്ല
ഞങ്ങളെ ആ വാർഡില് അയൽക്കൂട്ടം, അതുപോലെ പിന്നെ പാർട്ടി പ്രവർത്തനം, അതുപോലെ അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ പോലും ഉള്ളത് അടിച്ചു കഴിച്ചു കൊടുത്ത് അണിഞ്ഞൊരുങ്ങി നടക്കുക, ആരെങ്കിലും കണ്ടാൽ ഒരു ടിപ്പായിട്ട് നടക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും പറയും, മക്കളെ പട്ടിണി കിടന്നാലും മറ്റുള്ളവർ കാണുമ്പോൾ അവർ പഴഞ്ചൊല്ലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിപ്പോ പറയുന്നില്ല. ആരുടെ മുമ്പിലും നമ്മൾ ഡീസന്റ് ആയിട്ട് നടക്കണം. നമ്മൾ വയറ്റിനകത്ത് ആരും കയറി നോക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തോ കഴിച്ചോ കുടിച്ചോ ആരും തിരക്കത്തില്ല. നടക്കുമ്പോൾ വൃത്തിയായിട്ട് തന്നെ നടക്കണം. അതുകൊണ്ട് എവിടെ പോയാലും അങ്ങനെയാ പോകുന്നത്. അങ്ങനെ ഞാൻ ഈ കമ്മലും മാലയും ഒക്കെ ഇട്ട് അമ്മാമ്മയെ കാണുമ്പോൾ പൊട്ടും കുറി അങ്ങ് മായ്ക്കും. ഒരു ദിവസം അമ്മാമ്മ കണ്ടുപിടിച്ചു. അമ്മാമ്മയുടെ മുമ്പിൽ ചെന്ന് വെട്ടപ്പം പൊട്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞു, നീ ഇടത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇട്ടോ. ഞാൻ പറഞ്ഞു, അമ്മാമ്മ എനിക്കത് മാറ്റാൻ പറ്റില്ല, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. ദൈവത്തിനെ അമ്മാമ്മയും കളിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല അന്നത്തെ ദിവസം. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥനയ്ക്ക് അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. കുറെ ലേഡീസ് ഉണ്ട്. അവിടുത്തെ ദൈവദാസി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തു. ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. കാരണം ആ കൂട്ടത്തിൽ കമ്മലും മാലയൊക്കെ ധരിച്ച ആ ഒരു രീതിയിൽ പോകുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. എന്നാലും എങ്ങനെയൊക്കെ പോയാലും ഞാൻ ചിന്തിക്കും, അമ്മാമ്മ എന്നെ ഇനി എവിടെല്ലാം കൊണ്ടുപോയാലും കർത്താവിനെ എനിക്ക് വിശ്വാസമാണ്. യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും പോലെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. പക്ഷേ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഇനി അമ്മാമ്മ എന്തെല്ലാം എന്നെ എവിടെല്ലാം കൊണ്ടുപോയാലും ശരി, ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകത്തില്ല, വരത്തുമില്ല. പക്ഷെ യേശുവിനെ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും പുറകിൽ ചെന്നിരിക്കുക. അവിടെ ഇരുന്നപ്പോൾ ആ ദേവദാസി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവദാസി പറഞ്ഞു, ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു സഹോദരിയെ കുറിച്ച് ദൈവാത്മാവ് ചില കാഴ്ചപ്പാടുകൾ എനിക്ക് തരുന്നു. ആ സഹോദരി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, ഇന്ന് എന്തെല്ലാം സംഭവിക്കുന്നോ അതെല്ലാം ഒരു സ്ക്രീനിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ആ ദേവദാസി വിളിച്ചു പറയാനിടയായി. ഞാൻ കുനിഞ്ഞിരുന്നു. സാറാ ചിരിച്ചതുപോലെ ചിരിച്ചു. നടക്കുന്ന കാര്യം തന്നെ. ഈ അമ്മാമ്മ ആള് മിടിക്കുക. അവിടെ ചെന്ന് ആ ദേവദാസിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് ബന്ധത്തിൽ ചേരുമെന്ന അമ്മാമ്മയുടെ ധാരണ. ചുമ്മാതാ എന്ന് ഞാൻ എൻ്റെ മനസ്സിലൊന്ന് പറയാനിടയായി തീർന്നു. ദേവദാസി, ഇന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അത് പലപ്പോഴും ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ദൈവമേ, അറിവില്ലായ്മ കാലങ്ങളിൽ ചെയ്തതൊന്നും അവിടുന്ന് ഓർക്കുകയില്ലല്ലോ, അത് അടിയോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ തീർന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നു. അങ്ങനെ ഇരിക്കെ കുഞ്ഞുങ്ങളുടെ വിവാഹം ആയ സമയമായി. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണം. കാരണം സാമ്പത്തികമായും ഒക്കെ വളരെ വിഷമമാണ്. ഇനി അധിക കാലം അവരെ പഠിപ്പിക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല. +2 കഴിഞ്ഞല്ലോ, ഇനി അവരെ ആരെങ്കിലും കൂടെ പറഞ്ഞു വിടാമെന്നുള്ള തീരുമാനം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി. അങ്ങനെ ആലോചിച്ചു. 2 പേര് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. വിവാഹം ഉറപ്പിച്ചു. 2 പേരുടെ ഇരട്ടകളായിരുന്നു. ഒരു ദിവസം തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അപ്പം എന്ത് ചെയ്യണം? 1 രൂപ കയ്യിലില്ല. 2 പേരുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. 1 രൂപ പോലും കയ്യിലില്ല. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് എന്ത് വന്നാലും എൻ്റെ യേശു മതി. അപ്പൊ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളും കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ പല കാര്യങ്ങളിലും ഒരു അതിര് തർക്കം ഉണ്ടായപ്പോഴും ഞാൻ ബൈബിൾ വായിച്ച പറഞ്ഞു, മിണ്ടാതിരുന്ന ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളാനുള്ള വചനമാണ് തരുന്നത്. എനിക്കറിയത്തില്ല, റഫറൻസ് അറിയത്തില്ല, വചനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ബൈബിളിലൂടെ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ വലിയ നിയമം, വലിയ ബൈബിള് കുഞ്ഞോളം അമ്മ കൊണ്ടു തന്നു. അതും ഇടയ്ക്ക് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ദൈവം എനിക്ക് മറുപടി തന്നുകൊണ്ടേയിരുന്നു. എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യമൊക്കെ വന്നപ്പം 1 മാസം കഴിഞ്ഞ് 4 മാസത്തെ ഗ്യാപ്പ് വിട്ട് വിവാഹം നടത്താൻ തീരുമാനിച്ചു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞിട്ടും വസ്തു. അപ്പൊ നടത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അല്പ വസ്തു വീടും കൂടെ വിറ്റിട്ട് കുട്ടികളുടെ വിവാഹം നടത്താം. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലത്ത് ഒരു കൊച്ചു വീടെങ്കിലും വെച്ച് ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അനിയത്തിയുടെ വിവാഹം ഇടയ്ക്ക് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളല്ലോ എന്ന് കരുതി. അങ്ങനെ ഈ വിവാഹത്തിന് 3-4 മാസത്തെ ഗ്യാപ്പ് ഇട്ടു. 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം തുടങ്ങി. എനിക്ക് വെപ്രാളമായി, അച്ഛന് വെപ്രാളമായി. 1 രൂപ കയ്യിലില്ല. 2 കുട്ടികളുടെ വിവാഹം ഒരുപോലെ നടത്തണം. സ്വർണ്ണമൊക്കെ ഇട്ട് വേണം അയക്കാൻ. ആ രീതിയിലാണല്ലോ 4 പേരുടെ മുമ്പിൽ. അത് മാത്രമല്ല, ഞങ്ങളുടെ ആചാരപ്രകാരം അനുസരിച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് വേണം അയക്കി. ഇത്ര കൊടുത്ത് അയക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ട്. അങ്ങനെ ഇരുന്നപ്പം പിന്നെ 1 മാസം കൂടെ ഉള്ളൂ. ഞാൻ വിഷമിച്ചു. അവസാനം ഞാൻ നിന്ന് കടയിലെ ഒരു വിശ്വാസി ഒരച്ഛനുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, തിരുവോൺ ബന്ധക്കോസ് എന്ന് പറഞ്ഞ ഒരു ചർച്ചുണ്ട്, അവിടെ പോയി മദറമ്മമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ നിരന്തരം അവിടെ പോയി പ്രാർത്ഥിക്കും. പിന്നെ എവിടെ കണ്ടാലും പ്രാർത്ഥനയൊക്കെ ചെന്ന് പ്രാർത്ഥിക്കും, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ 2 സൈഡിലും പിടിച്ച് മുറിക്കാത്തിരുന്ന് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബസ് വിൽക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു കാറ് മുറ്റത്ത് വന്നു നിന്നു. മുറ്റത്തല്ല, റോഡ് സൈഡിൽ നിന്ന് മുറ്റത്ത് ഇറങ്ങിയില്ല.
ആ കാറിനകത്ത് നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഈ വീട് വസ്തു വാങ്ങാൻ ഒരു പള്ളിയിൽ അച്ഛനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ദൈവമേ, പള്ളിയിൽ അച്ഛനൊക്കെ വന്ന ഈ വീട് വാങ്ങിക്കോ, നല്ല വലിയ വീട് വേണ്ടേ, ഓടിട്ട ഒരു വീടാണ്, അത് വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു, കർത്താവ് ഇതെങ്കിലും നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വന്ന അച്ഛൻ എന്ത് ചെയ്തു, കാറിൽ തന്നെ ഇരിക്കുക, പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഞാൻ അച്ഛനെ കാണുന്നുമില്ല. കാറ് കറുത്ത ഗ്ലാസ് ഒട്ടിച്ചൊരു കാറാ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു, ഇനി കയറുവാ, നമുക്ക് പോകാമെന്ന്. എനിക്ക് മനസ്സിലായി നടക്കത്തില്ല, ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് തിരികെ പോകുന്നത്. ഞാൻ എളുപ്പം ചെന്ന് കാറിന്റെ അടുത്ത് ചെന്നു. എനിക്ക് കാണാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഈ വസ്തു വിൽക്കുന്നത്. അവരുടെ കല്യാണം ഇനി 1 മാസം കൂടെ ഉള്ളൂ, യാതൊരു മാർഗമില്ല, ഇത് വിറ്റെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ സങ്കടം പറയുകയാണ്. പക്ഷെ അദ്ദേഹം അത് കേട്ടോന്ന് എനിക്കറിയത്തില്ല. കാറ് വിട്ടങ്ങ് പോയി. അതിനു മുമ്പ് നല്ല വില തന്ന് വസ്തു എടുക്കാമെന്ന് പറഞ്ഞിരുന്നവര് കുട്ടികളുടെ കല്യാണം എന്ന് കേട്ടപ്പോൾ വില പകുതിയായി കുറഞ്ഞു. പിന്നെ വില തരാത്തതാണ് കണക്ക്. അത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഇരുന്ന് ഞാൻ വീണ്ടും കരഞ്ഞു, ഇത് നടക്കത്തില്ല. കാരണം വസ്തു ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഇറങ്ങി വന്ന് 4 പാടുമൊക്കെ ഒന്ന് നോക്കി വീട് എങ്ങനെയുണ്ടെന്ന് നോക്കിയൊക്കെ പോകും. ഇതൊന്നും നോക്കിയത് പോലും ഇല്ല. ആ വന്ന കാർ അതേപോലെ വിട്ടുപോയി. ഞാൻ കരയാൻ തുടങ്ങി, നിലവിളിച്ചു. രാത്രിയിൽ ഞാൻ കരഞ്ഞു, ദൈവമേ യേശോപ്പ, ഞാൻ അങ്ങേ മാത്രം വിശ്വസിക്കുന്നു, എല്ലാം വിട്ട് നീ മാത്രം മതി. പിന്നെ ഒന്ന് മാത്രം ഞാൻ ചെയ്തിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ അങ്ങേ അല്ലാതെ മറ്റെങ്ങും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ആ ഡ്രൈവർ വീണ്ടും വന്ന് പറഞ്ഞു, ഈ വസ്തു അച്ഛൻ ഒരു വില പറഞ്ഞു, അതിനെടുത്തോളാന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. കാരണം നേരത്തെ മറ്റുള്ളവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വില തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വസ്തു എഴുതി കൊടുത്തു, പ്രമാണം എഴുത്തും കഴിഞ്ഞു, പൈസ വാങ്ങി. കുട്ടികളുടെ കല്യാണം ഭംഗിയായി 2 പേരുടെയും കല്യാണം നടത്താൻ സ്വർഗത്തിലെ ദൈവം ഒന്ന് സഹായിച്ചു. സ്തോത്രം, ആമേൻ. അതൊക്കെ വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഡ്രൈവർ പിന്നെ വന്ന് പറയുകയാണ്, ആ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഈ വസ്തുവിന് താല്പര്യമില്ല, അവരോട് പറ, അവര് തന്നെ അതിന് ഇച്ചിരി വില കിട്ടുന്നെങ്കിൽ വിറ്റിട്ട് എന്റെ കാശ് ഇനി തന്നാ മതി. അവര് വിറ്റ് അതിന്റെ ബാക്കി പൈസ കിട്ടുന്നെങ്കിൽ അവർക്ക് അപ്പുറത്ത് വീട് വെക്കുകയെങ്ങാനും ചെയ്ത് എനിക്ക് എന്റെ പൈസ ഇനി തന്നാ മതി എന്ന് പറയാനിടയായി തീർന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞു, അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഇത്രയും ആൾക്കാരൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും ഒരു പള്ളിയിൽ അച്ഛൻ വന്ന് ഈ വസ്തു വാങ്ങിച്ച് ആ തക്ക സമയത്ത് പൈസ തന്ന് തിരികെ നമ്മൾ തന്നെ വിറ്റാൽ മതി എന്ന് പറയണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരു ശക്തി എന്റെ യേശു മാത്രമാണെന്ന് ഞാൻ പറയാൻ വിചാരിച്ചിരുന്നു. ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. എന്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. അമ്മ പറഞ്ഞു, മോളെ, ഞാനത് സമ്മതിക്കുന്നു, നിന്റെ പ്രാർത്ഥനയാണെന്ന് അമ്മ സമ്മതിച്ചു. പക്ഷെ അപ്പോഴും എന്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, അതൊന്നുമല്ല, അങ്ങനൊന്നുമല്ല, യേശു ഒരു വിപ്ലവകാരിയാണ്, നീ യേശുവിനെ വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ വിശ്വാസമൊക്കെ കൊള്ളാം, ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. അത് ആ അച്ഛന്റെ വണ്ടി ഓടിക്കുന്ന ആള് എന്റെ വല്യമ്മച്ചിയുടെ മോനാ ഡ്രൈവർ എന്ന് പറഞ്ഞു. അയാളുടെ കേരളത്തിലാ വന്നേ, അല്ലാതെ നീ പറയുന്ന രീതിയിലൊന്നും അച്ഛൻ സമ്മതിച്ചു തരാൻ തയ്യാറായില്ല. ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു. കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അപ്പുറത്തോട്ട് മാറി ഒരു കൊച്ചു വീട് വെച്ചു. ഞാനും അച്ഛനും അമ്മയും കൂടെ അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അമ്മയും എൻ്റെ നഷ്ടമായി. അമ്മ പോയത് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അടിയായെന്ന് വേണം പറയാൻ. കാരണം അമ്മയായിരുന്നു എല്ലാത്തിനും എനിക്ക് സഹായവും, ഞങ്ങളെ കരുതുന്നതും നോക്കുന്നതും പ്രാർത്ഥനയ്ക്കായാലും എല്ലാ കാര്യങ്ങൾക്കും അമ്മ ഒരു തണല് തന്നെയായിരുന്നു എന്ന് പറയാം. അമ്മ പോയതിലൂടെ ഞാൻ അകത്തേർന്നു. എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലായി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജീവിതം കാരണം കടയിലൊക്കെ ജോലിക്ക് പോയിട്ട് വന്നാലും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസമായി. ഇതിനിടയ്ക്ക് മോളും ഭർത്താവും ഒരു കുഞ്ഞുണ്ടായി. അവർ വീട്ടിൽ വന്നു. അമ്മ പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള അച്ഛനും ഉള്ളതെന്ന് പറഞ്ഞ് മോളും കുഞ്ഞും ഒക്കെ വീട്ടിലായി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, എനിക്കറിയാൻ പറ്റുന്നില്ല. അച്ഛൻ വീട് വിട്ട് ഇറങ്ങിപ്പോകാനിടയായി. അതിന് കാരണമുണ്ട്. വീട് വിട്ട് ഇറങ്ങിപ്പോകാനൊരു കാരണം, അങ്ങനെ ഇരിക്കെ കുറച്ച് ദേവദാസന്മാര് സുവിശേഷ വേല അവര് ഇറങ്ങിയതാണ്. പഠിച്ചിട്ട് എനിക്കൊന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് വീടാന്തരം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ദേവദാസന്മാര് ഒരു ട്രാക്ടറുമായിട്ട് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങിയൊക്കെ നിൽക്കുക, കമ്മലുമൊക്കെ ഇട്ട് ഒരുങ്ങി, നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ഒരുങ്ങി നിന്നപ്പോഴാണ് ഇവർ വരുന്നത്. ലഘുരേഖ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ആന്റി ഇത് വായിക്കണേന്ന്. കാരണം അവർ ജനലിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ കുറേ പടങ്ങളൊക്കെ വെച്ച്, ബിംബങ്ങളും ഒക്കെ വെച്ച്, വിളക്ക് കത്തിക്കുന്ന വിളക്കുകളും ഒക്കെ ഉണ്ട്. എന്നെ കണ്ടാലും അത് തന്നെയാണെന്ന് അവർക്കറിയാം. അപ്പൊ അത് ഈ തന്ന ട്രാക്ട് ഞാൻ വായിക്കില്ലെന്ന് അവർക്കൊരു സംശയം. അപ്പൊ അവർ പറഞ്ഞു, ആന്റി ഈ ട്രാക്ട് വായിക്കണം, കീറി കളയണമെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വായിക്കും. കാരണം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, യേശു മാത്രമാണ് എൻ്റെ ദൈവം, ഞാൻ യേശുവിനെ മാത്രം വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പൊ അവർ തിരിഞ്ഞു നിന്നു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവദാസന്മാരെ അവിടെ പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു ദേവദാസൻ പറഞ്ഞു, ആന്റി ഇവിടെ ഒരു പ്രാർത്ഥന നടത്തണമെന്ന് ദൈവാത്മാവ് ഞങ്ങളോട് പറയുന്നു.
ഞാൻ പറഞ്ഞു ഇവിടെ പ്രാർത്ഥന നടത്താനോ കൊള്ളാം, എന്റെ അച്ഛനൊന്നും സമ്മതിക്കത്തില്ല, മരുമകനുണ്ട്, അവരാരും അനുവദിക്കത്തില്ല. അങ്ങനെയല്ല ആന്റി, ദൈവാത്മാവ് ശക്തമായി പറയുന്നു ഇവിടെ ഒരു പ്രാർത്ഥന നടത്തണം. ദൈവം തന്നെയാണ് പറയുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തും ആന്റി, ദൈവം നടത്തും. ദൈവം പോസ്റ്റിന്റെ ആത്മാവല്ല, ദൈവം സത്യമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് പറയാം, നിങ്ങളുടെ ഫോൺ നമ്പർ തന്നാൽ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാന്ന് പറഞ്ഞു. അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പൊ പറഞ്ഞു അങ്ങനെയെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ വരും, ആന്റി വിളിച്ചാൽ മതി, ദൈവം അതിന് ഇടയാക്കുമെന്ന് പറഞ്ഞു. എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു, ആ വീട് പുറത്തോട്ട് മാറി വീട് വെച്ചിട്ട് ഒരു പാലുകാച്ച് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം വീട് പ്രതിഷ്ഠയോ പാലുകാച്ചോ ഒന്നും നടത്തിയിട്ടില്ല. അമ്മ പോയതോടു കൂടി എല്ലാം അങ്ങ് തകർന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് യാക്കോബ പള്ളി പോകുന്ന ഒരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മ പറഞ്ഞു, മോളെ നീ എന്റെ കൂടെ വാ, ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് അച്ഛനെ പോയി കാണാം, അച്ഛനെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തി അവിടെ ആദ്യമായിട്ട് നമുക്ക് അവിടെ ഒരു തീ കത്തിക്കാം. ഞാൻ പറഞ്ഞു ശരി അമ്മാമ്മയെ, ആ പള്ളി ഞാൻ വരാം, ശനിയാഴ്ച ആകട്ടെ, ഞാൻ വന്ന് അച്ഛനെ കണ്ട് സംസാരിക്കാം. അന്നേരം അമ്മാമ്മ നമുക്ക് നിന്നെ അതിനാണ് ഞങ്ങളുടെ പള്ളി നിന്നെ ചേർക്കാം, നീ എന്തായാലും യേശുവിനെ വിശ്വസിക്കുന്നില്ല, നിന്നെ ഞങ്ങളുടെ പള്ളി ചേർക്കാം. ഞാനും സമ്മതിച്ചു, കാരണം അവിടെ പോയാൽ കമ്മലും മാലയൊന്നും ഊരണ്ട, ആരുമായിട്ട് അറിയത്തുമില്ല, അങ്ങനെ അങ്ങ് പോകാലോ എന്ന് കരുതി സമ്മതിച്ചിരുന്ന സമയത്താണ് ഈ ദേവദാസന്മാരുടെ വരവ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാനും മതി, ചെലവും കാണണം, വലിയ ചെലവും ആവത്തില്ല, ഇവരങ്ങ് പ്രാർത്ഥിക്കട്ടെ എന്ന് എന്റെ മനസ്സിലൊരു തോന്നല്. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇവിടെ 2-3 പേര് വന്നു, നമുക്ക് ഇവിടെ ഒരു പ്രാർത്ഥന വയ്ക്കണം എന്ന് പറഞ്ഞു. ആഹാ, ഇനി അതിന്റെയും കൂടെ കുറവുള്ളൂ, എല്ലാം തികഞ്ഞു, ഇനി നാട്ടുകാരെ കൊണ്ട് പറയിക്കണം, ഇവിടെ പ്രാർത്ഥന വെച്ച് നാട്ടുകാരെ മേടിച്ച് ജീവിക്കുന്നു, അത് പറയിപ്പിക്കാനാണോ നീ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയരുത്, നമ്മുടെ വീട് വെച്ചിട്ട് ഒരു പാലുകാറ്റൊന്നും നടത്തില്ല, ഒരു പ്രാർത്ഥന നടത്തട്ടെ, നമുക്ക് അതിനകത്ത് ചെലവൊന്നും ഇല്ലല്ലോ, അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ആ ദേവദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത വ്യാഴാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ അവര് പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അപ്പോ വീട്ടിൽ അവർ വരുമ്പോ ഞാൻ പലയിടത്തും പോയിട്ടുണ്ടല്ലോ, അപ്പൊ വീട്ടിൽ പായില്ല, ഒരു പായേ ഉള്ളൂ, അത് പൊടിക്കൊച്ചിനെ കിടത്തുന്ന പായ, അത് മൂത്രമൊഴിച്ച് വെച്ചിരിക്കുക, അപ്പൊ അത് പറ്റത്തില്ല. അപ്പൊ പാ വേണം നിരത്തിയിടാൻ. ഞാൻ എന്ത് ചെയ്തു, പായ എടുക്കാനായിട്ട് എന്റെ കുഞ്ഞമ്മ തൊട്ട് താഴെ താമസിക്കുന്നുണ്ട്, കുഞ്ഞമ്മയൊക്കെ എല്ലാ വർഷവും പളനി പോകുമ്പോൾ വ്രതം എടുത്തും ഞാനും പോയിട്ടുണ്ട്, 5-6 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടൊക്കെ. അപ്പൊ കുഞ്ഞമ്മയുടെ കൂടെ ഞാനും പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് അവിടെ പാ വാങ്ങിച്ച് മധുരയിൽ ഇറങ്ങി, അവർക്കൊരു പതിവുണ്ട്, മധുര ഇറങ്ങി കഴിഞ്ഞാൽ അവർ പാ വാങ്ങിച്ചു, പാ വാങ്ങിച്ച് അടുക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ അതിൽ ചെന്ന് ഒരു 5-6 പാ എടുത്ത് കൊണ്ടുവന്ന വഴിക്ക് പലരും ചോദിച്ചു, എന്താ ഇന്ന് അവിടെ കുടുംബശ്രീ ഉണ്ടോ, അല്ല എന്തെങ്കിലും പാർട്ടിയുടെ മീറ്റിംഗ് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു അല്ല, അവിടെ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയോ? ഞാൻ പറഞ്ഞു അതെ, നിങ്ങളും വാ, നിങ്ങൾക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സഹോദരിമാർ അയലോക്കത്തുള്ള കുറച്ച് പേരെയൊക്കെ കൂട്ടി അവിടെ ഞങ്ങൾ ക്രമീകരിച്ചിരുന്നപ്പോ ദേവദാസന്മാര് 3-4 പേര് 2 സഹോദരിമാരുമായിട്ട് വന്നു. അവിടെ ഒരു പ്രാർത്ഥന അന്നത്തെ ദിവസം തുടങ്ങി. ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിന്റെ അയലോക്കത്തുള്ളവർ കൂടെ ചേർന്ന് ഏകദേശം ഒരു 10-15 പേരകത്തുള്ള ആൾക്കാരൊന്നും അവിടെ കൂടി ആ പ്രാർത്ഥന നടന്നു. ജീസസ് സമയം ഹല്ലേലൂയ സ്തോത്രം. അന്ന് പ്രാർത്ഥിച്ചു, ഒരു പാട്ട് പാടി, അക്കരയ്ക്ക് യാത്രയും സിയോ സഞ്ചാരി എന്നുള്ള പാട്ട് തുടക്കത്തിൽ പാടി, അതിനുശേഷം 1-2 പാട്ട് പാടി അന്ന് വചനം പറഞ്ഞു. ആമേൻ സ്തോത്രം. 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീയുടെ ആ വചനമായിരുന്നു അന്ന് ദേവദാസൻ എടുത്തത്. ഇന്ന് ഞാനത് ഓർക്കുകയാണ്, കാരണം അത് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തൊന്നും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ആ വചനം എടുത്തു പറഞ്ഞു, ആ സ്ത്രീയുടെ ഉറച്ച വിശ്വാസം, അവളുടെ വിശ്വാസമല്ല, അവളുടെ ഉറച്ച വിശ്വാസം, ദൈവം അവളെ മാനിച്ചു, ബാധ പെട്ടെന്ന് മാറി അവൾ സൗഖ്യം പ്രാപിച്ചു. അത് എന്റെ മനസ്സിൽ വളരെയേറെ സ്വാധീനം ചെലുത്തി. അങ്ങനെ പ്രാർത്ഥന വെച്ച് അവർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പം ആ ദേവദാസൻ പറഞ്ഞു, ആന്റി ഈ പ്രാർത്ഥന ഇത്രയും പേര് ഇവിടെ കൂടി, നമുക്കിവിടെ ഒരു പ്രാർത്ഥന അങ്ങ് തുടങ്ങിയാലോ? ഞാൻ പറഞ്ഞു, ദേവദാസന്മാരെ, ഒരു ദിവസത്തെ പ്രാർത്ഥന വെച്ച് തന്നെ എന്റെ അച്ഛന്റെ വായിരിക്കത്തില്ല, ഞാൻ കേട്ടിട്ടാ. ഇനി പ്രാർത്ഥന വെച്ചാൽ എന്ത് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല, ആന്റി വിഷമിക്കേണ്ട, ദൈവാത്മാവാണ് ചിന്തിക്കുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ അനുവദിച്ചെങ്കിൽ അത് നടത്തി എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഞങ്ങൾ വരുമെന്ന് തന്നെ അവർ ഉറപ്പിച്ചിട്ട്. പിന്നെയും ഞാൻ അച്ഛനോട് ചെന്ന് ചോദിച്ചു, അച്ഛാ ഇങ്ങനെ പറയുന്നത് എന്ത് വേണം? നിന്റെ വീടല്ലേ, നിന്റെ പേരിലിരിക്കുന്ന വസ്തു വീടല്ലേ, നിന്റെ ഇഷ്ടമല്ലേ നടക്കൂ, ഞാനിവിടുത്തെ ആരാ? അച്ഛൻ പറഞ്ഞത് ഞാനിവിടുത്തെ ആരുമല്ല, ഒരു കാവൽ എന്ന് പറഞ്ഞ് വേറൊരു ഭാഷയാ പറഞ്ഞ്, കാവൽ കിടക്കുന്ന ഒരാളെന്നുള്ള ഒരു അതാ പറഞ്ഞത്. നിന്റെ ഇഷ്ടം വല്ലയോ, ഞാൻ ആരുമല്ല, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും പ്രാർത്ഥന വെച്ചിട്ട് 20 പേരിൽ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. ആ വന്നവർക്കൊക്കെ ഞാൻ എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു പ്രാർത്ഥനയാണ്, നിങ്ങളെല്ലാം വാന്ന് പറഞ്ഞ് അയലോക്കത്തുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. അന്ന് ഈ കൂടി വരുന്നവരെയൊക്കെ വിളിച്ചു കൂട്ടുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നും അതുപോലെ തന്നെയാണ്, ഇന്നും അതുപോലൊരു കൂടി വരവാണുള്ളത്. അതെ, അങ്ങനെ വിളിച്ചു കൂട്ടി പ്രാർത്ഥന നടന്നു.
വളരെ അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച സഹോദരങ്ങൾക്ക് ഒരു വിടുതൽ പിറ്റേ ആഴ്ച അവരൊന്ന് പറയാനില്ല. ജോലി ഇല്ലാതിരുന്നവർക്ക് ജോലി ലഭിച്ചെന്നും, അതുപോലെ തലവേദനയിൽ വന്നിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തലവേദന മാറിയെന്നും, അതുപോലെ എൻ്റെ മോളുടെ കുഞ്ഞിന് മോശം പോകാൻ 3-4 ദിവസമായി മോശം പോകുന്നില്ല. അങ്ങനെ മോശം പോകാനായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ തന്നെ അവൾ കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തു. ദൈവം അത്ഭുതകരമായി ഓരോ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ എന്റെ തമ്പുരാനെ ഞാൻ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ. സ്തോത്രം. അങ്ങനെ ആ പ്രാർത്ഥന അന്നും നടന്നു. പിറ്റേന്നും ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഒരു പ്രാർത്ഥന വെച്ചാൽ 3 പ്രാവശ്യം വെക്കണമെന്ന്. നമ്മുടെ ഇത് അങ്ങനാണല്ലോ, ഒരു കാര്യം ചെയ്താൽ 3 പ്രാവശ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് 3 ദിവസം നമുക്കിവിടെ പ്രാർത്ഥന വെക്കണം. നീ പ്രാർത്ഥന വെച്ചോ എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ അത് പറഞ്ഞു. പിറ്റേന്ന് ഞങ്ങൾ പ്രാർത്ഥന വെച്ചു. അതിന്റെ പിറ്റേ ആഴ്ച അച്ഛൻ കൂടും കുടുക്കെല്ലാം പറത്തി കെട്ടി ഒരുങ്ങി അച്ഛൻ ഇറങ്ങി അങ്ങ് നാട് വിട്ടുപോയി. കാരണം ഞാനിവിടെ പ്രാർത്ഥന വെക്കുന്നു എന്നുള്ള കാര്യം അച്ഛൻ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. എവിടെ പോയെന്ന് അറിയത്തില്ല. അവസാനം ഒരിടത്ത് നിന്നോട് പറഞ്ഞു, ഞാനേ ചോറ്റാനിക്കരെ ഭജനം ഇരിക്കുക, എനിക്ക് നിന്റെ കൂടെ അവിടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പനിയാന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ചു കൊണ്ടുപോയി അച്ഛനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ടും അച്ഛനൊരു മാനസാന്തരം ഉണ്ടായില്ല. അങ്ങനെ ആ പ്രാർത്ഥന നടന്നപ്പോ പിന്നെ ആ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വന്നവരെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തണം, ഞങ്ങളുടെ വീട്ടിൽ നടത്തണമെന്ന് പറഞ്ഞു. ആ പ്രദേശത്ത് കുറെ വീടുകളുണ്ടാവും. ഓരോ ആഴ്ച ഓരോ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്താൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അവർക്കൊക്കെ നല്ല വിശ്വാസമായി. അങ്ങനെ ഇരിക്കെ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന എൻ്റെ അടുത്തുള്ള തൊട്ടയൽപക്കത്തുള്ള സഹോദരൻ, അവര് വീട് വെച്ചിട്ട് 3 വർഷമായിട്ട് ആ വീട് പണി പൂർത്തീകരിച്ചില്ല. അവർ പറഞ്ഞു, ഈ പ്രാർത്ഥനയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ വീട് പണി പൂർത്തീകരിച്ചാൽ എന്റെ ഫ്രണ്ടിലെ ആ ഹാള് ഞാൻ പ്രാർത്ഥനാലയത്തിന് വേണ്ടി ഞാൻ തുറന്നു എന്ന് പറയാൻ ഇടയായിത്തീർന്നു. എന്റെ സിസ്റ്ററെ ഞാൻ പറയട്ടെ, എനിക്ക് അതിശയമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈസ കിട്ടാത്ത പൈസ. കാരണം വീട് വെച്ച് പൂർത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് കാശ് കിട്ടത്തുള്ളൂ, അവസാന പൈസ കിട്ടത്തില്ല. അവരെങ്ങനെയൊക്കെ ശ്രമിച്ചെനക്കും കിട്ടാത്ത കാശ് അവർക്ക് ലഭിക്കാനിടയായി. അവർ ആ വീട് പണിഞ്ഞു, ഹാള് പണിഞ്ഞു, അവിടെ സഭയ്ക്ക് വേണ്ടി അവർ ആ ഹാള് തന്നു. അങ്ങനെ അവിടെ ഒരു സഭ രൂപീകരിച്ചു. ശാലേപുരം എന്ന് പറഞ്ഞ ചർച്ചോ ബോർഡിന്റെ ഒരു സഭ. ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, അവിടെ ഒരു സഭ തുടങ്ങാനിടയായിത്തീർന്നു. അതിൽ ആദ്യത്തെ ഫലമായി ഞാൻ സ്നാനപ്പെട്ടു, ദൈവഭാഗത്ത് വരാനിടയായിത്തീർന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വരത്തില്ലെന്ന് പറഞ്ഞില്ല. എന്നെ ദൈവം ഏതെല്ലാം വഴിയിലൂടെ കൊണ്ടുവന്ന് ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് വെച്ച് സ്നാനപ്പെടുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. അച്ഛൻ ഇതുപോലെ പ്രശ്നമുണ്ടാക്കി, വഴക്കായി, എനിക്ക് സമാധാനമില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ എനിക്കപ്പോ സ്നാനപ്പെടുന്നതിനും കൂടെ തന്നെ മാസങ്ങളൊക്കെ വരുമ്പം ഞാൻ ദേവദാസന്റെ കൂടെ ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കാൻ വരുന്നവരുമായിട്ട് പോകുമായിരുന്നു. മാസയോഗത്തിന് പോയി കിട്ടുന്ന ട്രാക്റ്റുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഓരോ വീടുകളിൽ ഞാൻ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ട്രാക്ട് എഴുതാനോ കൊണ്ടു കൊടുക്കാനോ പറ്റത്തില്ല. പക്ഷേ മാസയോഗത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ട്രാക്റ്റുകൾ വാങ്ങിച്ച് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കും. കാരണം വീടുകളിൽ പോകാനൊരു കാരണമുണ്ട്, പേഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത്. അപ്പൊ പേഴ്സിന്റെ വർക്ക് എന്ന രീതിയിൽ കടന്നു ചെന്നൊരു ട്രാക്ട് അവർക്ക് കൊടുക്കും, അവരുടെ വിഷയങ്ങൾ ചോദിക്കും, അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. അവർ വിളിച്ചു പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന് പറയും. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി. ആ പേഴ്സിന്റെ വർക്കിന് പോകുന്ന മാത്രമല്ല, അല്പം കൊച്ചു കുറച്ച് ഡ്രസ്സുകളും കൂടെ കൊണ്ടുപോയി ഓരോ വീടുകളിൽ കൊടുത്ത് ജീവിക്കണ്ടേ. കാര്യം അച്ഛന് സുഖമില്ലാത്ത ആളല്ലേ, ജീവിക്കാൻ ഒരു മാർഗമില്ല. അങ്ങനെ ആ രീതിയിൽ ഞാൻ സുവിശേഷ വേലയും കൂടെ ചെയ്യാൻ തുടങ്ങി. അനേക സഹോദരിമാരോട് എന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർ പറയോ, ഹിന്ദുവിൽ നിന്ന് വന്നൊരു സഹോദരിക്ക് ഇത്ര വിശ്വാസമോ, ഞങ്ങൾ ക്രിസ്ത്യാനികളിൽ പോലും ഇല്ലാത്ത വിശ്വാസമാണല്ലോ, ദൈവ സഹോദരിയെ അനുഗ്രഹിക്കും കേട്ടോ എന്നൊക്കെ പലരും പറയും. അങ്ങനെ സുവിശേഷം അറിയിക്കാൻ അന്നും ഞാനല്ല ദൈവം എന്നെ ഉപയോഗിച്ചു. ആമേൻ, സ്തോത്രം. അങ്ങനെ സുവിശേഷം പറയാൻ ഇടയായിത്തീർന്നു. തീർച്ചയായിട്ടും അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിൽ അതിഭയങ്കരമായ ഒരു പ്രതികൂലം അന്ന് ഒരു ദിവസം ഉണ്ടായി. ഒരു രാത്രിയിൽ ഞാൻ വീട് വിട്ടിറങ്ങി. എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല, കാരണം ഒക്കുന്നില്ല, അത്രത്തോളം എനിക്ക് പ്രതികൂലമായി. അച്ഛനാണ് പ്രധാനമായി. കാരണം അച്ഛനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറയുന്നത്, അച്ഛനെ ആക്ഷേപിച്ച് പറയുന്നത് അച്ഛന് അതിഭയങ്കര നാണക്കേടായി. അച്ഛൻ പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, ഇവള് കാരണം എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് ആക്ഷേപിക്കുകയും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുകയും, മരുമകനൊക്കെ ഹിന്ദു ആചാരമായതുകൊണ്ട് അവരാരും എനിക്ക് സപ്പോർട്ടില്ല. പക്ഷെ എൻ്റെ പെൺമക്കൾ 2 പേരും എനിക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു. കാരണം അവർക്കറിയാം, അവരുടെ വിവാഹം നടന്ന കാലം മുതൽ അവർക്കറിയാം ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം യേശുവാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെനിക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് പോകാനായിരുന്നാലും. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീട് വിട്ടിറങ്ങി. വീട് വിട്ടിറങ്ങി, രാത്രിയാണ്. വീട് വിട്ടിറങ്ങിയിട്ട് എന്തോ ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു മോള് താമസിക്കുന്ന കുറച്ച് അകലെയാണ്. ഞാൻ ഇറങ്ങി നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വീട് പണിയുന്നു, പുതിയൊരു വീട് പണിയാണ്. അതിന്റെ ചരലിങ്ങനെ മണലരിച്ച ചരല് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ നല്ല തെളിഞ്ഞ ആകാശം, നല്ല നിലാവുള്ള ഒരു സമയം. ഞാൻ എന്ത് ചെയ്തു, നിലവിളിച്ച് കരഞ്ഞോണ്ടാണ് പോകുന്നത്. ആ ചരലിന്റെ പുറത്ത് നിന്നിരുന്നിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് നീ മാത്രം മതി. ഞാനൊരു എവിടെങ്കിലും അനാഥാലയത്തിൽ എവിടെങ്കിലും പോകാം, എന്നാലും വേണ്ടത് എനിക്ക് ഇനി ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ വസ്തുവും വിറ്റ് കുട്ടികൾക്ക് എന്തെങ്കിലും അവർക്കുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാതെ വെറും കൈയോടെ ഏതെങ്കിലും അനാഥാലയത്തിലെങ്കിലും ഞാൻ പോകാം എന്നൊക്കെ തീരുമാനിച്ച് ഞാൻ പോയി അവിടെ ആ ചരലിന്റെ പുറത്ത് നിന്ന് കരയും. വലിയ വായില നിലവിളിക്കാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ആ തെളിഞ്ഞ ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നവർ എനിക്ക് തോന്നി. ഞാൻ കാണുന്നൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുക. ഞാൻ ശബ്ദം കേൾക്കുന്നതായിട്ടും ആരും പറയുന്നതായിട്ടൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ, ഭയപ്പെടേണ്ട മോളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ ഞാൻ അനാഥയായി വിടുകയില്ല എന്ന് പറയുന്ന പോലെ എന്റെ മനസ്സിൽ ആരോ ശക്തമായിട്ട് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ ചരലിന്റെ പുറത്ത് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ മുന്നോട്ട് പോയില്ല. അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു, കർത്താവേ യേശുപ്പച്ച, അങ്ങ് എന്റെ അപ്പനാ, അന്ന് മാത്രം മതിയപ്പ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അങ്ങേ വിട്ടു പോകാൻ എന്നെ അനുവദിക്കരുതപ്പ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പം സെക്കൻഡ് ഷോ സിനിമയും കണ്ടിട്ട് എന്റെ മോളുടെ കൂടെ പഠിച്ച ഒരു മോള്, അവളുടെ കൂടെ ഭർത്താവും കല്യാണം കഴിഞ്ഞ് പുതുമോടിയാൽ അവർ സിനിമയും കണ്ടിട്ട് അതുവഴി പോയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ നമ്മൾ ശശീല ചേച്ചി ഇരിക്കുന്നത്, ചേച്ചി എന്താ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വലിയ സന്തോഷമാണ്, എന്നോട് എല്ലാവർക്കും വലിയ കാര്യമാണ് ആ സൗമ്യമായ ഒരു ജീവിതം. അപ്പൊ ചേച്ചി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, ഞങ്ങൾക്കറിയാം വീട്ടിൽ പ്രശ്നമായിരുന്നില്ലേ, അച്ഛൻ മാമൻ എന്നാ വിളിക്കുന്നത്, മാമനും വിഷയം ഉണ്ടാക്കി പ്രശ്നമായി, ആ ചേച്ചി വിഷമിക്കണ്ട, വാ ഞങ്ങൾക്ക് ഉണ്ടാക്കാം, ചേച്ചി രാത്രി എങ്ങും പോണ്ടെന്ന് പറഞ്ഞു അവര് എന്നെ എന്റെ മൂത്ത മോള് താമസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കി. അന്ന് ഞാൻ അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇവര് തിരക്കി വന്ന് എന്നെ വിളിച്ച് വീണ്ടും ഇഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം ഈ പറഞ്ഞ ആ വാക്ക്, നിന്നെ ഞാൻ അനാഥയായി വിടുകയില്ല, നിന്നെ ഞാൻ നോക്കിക്കളാം, നിന്നെ ഞാൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ആ വാക്ക് എന്റെ ഹൃദയത്തിൽ നന്നായി നിറഞ്ഞുകൊണ്ട് എനിക്കൊരു സമാധാനം, ഒരു ബലവും ഒരു ധൈര്യവും ലഭിക്കാനിടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് അതിനുശേഷം സ്നാനപ്പെട്ടു വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ റെജി എന്ന് പറയും. അദ്ദേഹം ചിറ്റാറുള്ള ആളാണ്, പത്തനംതിട്ട ചിറ്റാറുള്ള ആളാണ്. അദ്ദേഹമാണ് എന്നെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന്. ഇതിനിടയ്ക്ക് കുഞ്ഞോളമ്മ വന്നു. കുഞ്ഞോളമ്മ അപ്പൊ എന്റെ അമ്മ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങ് തകർന്നു, ഇനി വിശ്വാസത്തിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ എന്നെ ബലപ്പെടുത്തി, മോളെ മരണം ജീവിതത്തിലുള്ളതാണ്, നീ ഒരിക്കലും പിന്മാറി. ചിലപ്പോൾ ഒരു പക്ഷേ ഈ നിന്റെ അമ്മ നഷ്ടപ്പെട്ടത്, നിനക്ക് ആദ്യമുണ്ടായ നഷ്ടമെല്ലാം പിന്നത്തിൽ നിനക്ക് ലാഭമായി തീരുവാൻ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ അമ്മാമ്മ എന്നെ ധൈര്യപ്പെട്ടു. പക്ഷെ ഞാൻ സ്നാനപ്പെടുമെന്ന് അമ്മാമ്മ പോലും വിചാരിച്ചില്ല. അമ്മാമ്മ റെജി പാസ്റ്റർ പറഞ്ഞ, പാസ്റ്റർ ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നതൊക്കെ വെറുതെയാ, ഈ പുള്ളിക്കാരത്തിൽ സ്നാനപ്പെടുത്തില്ല എന്ന് അമ്മാമ്മ പറഞ്ഞു. കാരണം അമ്മാമ്മയുടെ അനുഭവം അങ്ങനെയാണ്, എന്നോടുള്ള അനുഭവം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ റെജി പാസ്റ്ററുടെ ആ അമ്മയുടെ അന്യത്തി വാളകം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, റെജിമോനെ ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, എന്റെ ഒരു പരിചയമുള്ള ഒരു പാസ്റ്റർ, ഞങ്ങളിവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. 2-3 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന് 7 മക്കളുണ്ട്. അദ്ദേഹത്തിന് സുവിശേഷ വേലയാണ്, അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കൂട്ടാളിയെ വേണം നിങ്ങളുടെ സഭയിൽ. അപ്പൊ ആ ആന്റി ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരും. പുതിയ സഭ ഒക്കെ തുടങ്ങിയപ്പോൾ ഈ ആന്റി ഇവിടെ വന്നു, നിരന്തരം വരും, എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്റെ സഭയിലെ ആ ശശീല ആന്റിയെ നമുക്കൊന്ന് ആലോചിച്ചാലോ. അപ്പം പാസ്റ്റർ പറഞ്ഞു, അയ്യോ ആന്റി സമ്മതിക്കത്തില്ല, ആന്റിക്ക് മക്കള് മരുമക്കള് കൊച്ചുമക്കളും ഒക്കെ ആയ ആന്റി ഇനി ഒരു വിവാഹത്തിന് നടക്കും തോന്നില്ലെന്നോ. അപ്പം ആ ആന്റി അവര് പറഞ്ഞു, മോനെ നീ ഒന്ന് സംസാരിക്കും. അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തായാലും സംസാരിക്കാന്ന് വന്ന് പറഞ്ഞു. റെജി പാസ്റ്റർ വന്നു എന്റെ മക്കളോട് ആദ്യം പറഞ്ഞു. എന്റെ മക്കളോട് പറഞ്ഞപ്പോ 2 പെമ്മക്കും ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ അമ്മ എല്ലാം വിറ്റ് ഞങ്ങൾക്ക് തന്നിട്ട് അനാഥാലയത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അമ്മയ്ക്ക് ഒരു ഉടയനുണ്ടാകുന്നതും അമ്മയ്ക്ക് അന്വേഷിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാകുന്നതും. അതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞുങ്ങള് 2 കൈ നീട്ടി അവര് സ്വീകരിച്ചു. അവർ പറഞ്ഞു, പാസ്റ്റേ ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ്, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്നൊരു നല്ല ജീവിതം ഉണ്ടാകുന്നെങ്കിൽ അമ്മ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരിക്കും, പക്ഷേ അമ്മയ്ക്കൊരു നല്ല ജീവിതം കിട്ടുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് എന്റെ കുഞ്ഞുങ്ങൾ സമ്മതിച്ചു. എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, ഈ കുഞ്ഞുങ്ങളെ കിട്ടി എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. അപ്പോഴേ പാസ്റ്റർ പറഞ്ഞു, ആന്റി ഇതൊരു നല്ല വഴിയാണ്, ആന്റി ഇതിന് തയ്യാറാകണം, ചിലപ്പോൾ ദൈവമായിരിക്കും ആന്റി ഈ വഴിയിലൂടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എനിക്ക് എന്തായാലും ഒന്നേ ഉള്ളൊരു ചിന്ത, എന്താ, ദൈവത്തിന്റെ വേല ചെയ്യണം.
എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവ വേല ചെയ്യണം, എവിടെയായാലും ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമാണ് എന്റെ ജീവിതത്തിലുള്ളത്. അപ്പൊ ഞാനും ഇങ്ങനെ സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ അച്ഛനെ വിളിച്ചു, മക്കളുമായിട്ട് സംസാരിച്ചു, എന്റെ അനുജത്തിയായിട്ട് സംസാരിച്ചു. അനുജത്തിക്കും കുഴപ്പമില്ല, ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി ഇനി ഇങ്ങോട്ടില്ല, യേശുവിൽ തന്നെ വിശ്വസിച്ച് സ്നാനപ്പെട്ടു ഒരു വിശ്വാസിയാണ്. ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ കയ്യിലോട്ട് വരത്തില്ല. അപ്പൊ ചേച്ചിക്ക് ആ ഒരു ജീവിതത്തിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് അതാണ് സന്തോഷം എന്ന് പറഞ്ഞ അനിയത്തി സമ്മതിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അവരുടെ സമ്മതത്തോടു കൂടി ഞങ്ങളുടെ വിവാഹം നടന്നു. മാസ്റ്റർ മാധവൻകുട്ടി, അദ്ദേഹത്തിന് 7 മക്കളാണ്, ഒരു പെണ്ണും 6 ആണുമാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു ഞാൻ ഇവിടെ ഈ കുമ്മല്ലൂർ സഭയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി കടന്നു വരുവാനിടയായി. 2005 20 വർഷമായി ഇവിടെ വന്നു. പക്ഷേ ABCD അറിയത്തില്ല. ഒരു പാസ്റ്റർ ഭാര്യയാണെങ്കിലും ഒന്ന് ചൊവ്വേ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ദൈവം എന്നെ പടിപടിയായി ഓരോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായി. കല്യാണത്തിന് മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് എന്റെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് പ്രോബ്ലമാണ്, ECG എടുത്ത വേരിയേഷൻ ഉണ്ട്. നാക്കിന്റെ അടിയിലിരുന്ന ഒരു ഗുളിയോ എപ്പോഴും കൈ കരുതണം, ഈ കക്ഷിക്ക് ഹാർട്ടിന് പ്രശ്നമാണ്, എപ്പോഴും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഈ ആലോചന വന്നപ്പോൾ എന്റെ മരുമകനെ കൊണ്ട് ഞാൻ പറയിച്ചു, അച്ഛനോട് പറയിച്ചു, ഇങ്ങനൊരു അസുഖം എനിക്കുണ്ട്, അതൊന്ന് പറയണം. നാളെ ഒരു സമയം ഈ അസുഖം മറച്ചു വെച്ചിട്ട് വിവാഹം കഴിച്ചെന്ന് പേര് വരരുത്, അതുകൊണ്ട് മോനൊന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മരുമകൻ വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് വിട്ടില്ല, ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ആ ദൈവത്തിന് ഏത് അസുഖവും മാറ്റാൻ കഴിയുന്നവരാണ് ഞങ്ങളുടെ ദൈവം, അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും സമ്മതിച്ചു. ശരി, അങ്ങനെ ഇവിടെ വന്നപ്പം ഞാൻ അത് ഒരു ഗുളിയും കൊണ്ടാണ് ഈ കുമ്മല്ലൂരേക്ക് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗുളിയ കൊണ്ടുവന്നത് ഇനി തീരുമ്പോ ഇത് വാങ്ങാമല്ലോ എന്ന് കരുതി ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഞാനിത് കൊടുത്തു പറഞ്ഞു ഈ വാങ്ങിച്ചു. അദ്ദേഹം അത് ഓടിച്ച് ദൂരെ കാണും. ഞാൻ ചോദിച്ചു ഇതെന്താ കളഞ്ഞേ? നീ ഒരു വിശ്വാസിയല്ലേ, ഞാനൊരു ദേവദാസനാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നിന്നെ ജീവിക്കാൻ മതിയായവനാണ്, നീ അത് വിശ്വസിക്കും, പൂർണ്ണമായും വിശ്വസിക്കും, നിനക്ക് യാതൊരു രോഗവുമില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ അദ്ദേഹം അന്ന് തന്നെ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ ആ ഗുളികയെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. അങ്ങനെ എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോ ആ വേദന എനിക്ക് ഇളവാൻ തുടങ്ങി. ഭയങ്കരമായ നെഞ്ചുവേദന. എനിക്ക് മനസ്സിലായി, ഓ ഇത് പ്രശ്നമാണ് എന്ന് തോന്നി. ഞങ്ങൾ രണ്ടും കൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ കൊല്ലത്തൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ കാണിച്ചു. ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തപ്പോൾ പഴയ പോലെ ഉള്ള അസുഖമാണ്, വേരിയേഷൻ ഉണ്ട്, ഇത് പെട്ടെന്ന് തന്നെ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് കാർഡിയോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ECG ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇത്ര വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് വന്നെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താ ഇതിന് മരുന്ന് കഴിക്കാൻ? ഞാൻ അന്നേരം പെട്ടെന്ന് പറഞ്ഞ ഡോക്ടറെ, എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, മരുന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അതേത് ഡോക്ടറാ പറഞ്ഞേ? എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവനാ പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാനതൊന്നും മിണ്ടില്ല. ആ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ നമ്പർ ഇല്ല. ഞാൻ വിളിച്ചു ചോദിച്ചു, ഇത്രയും നിങ്ങൾക്ക് ഹാർട്ടിന് ഇത്രയും പ്രശ്നമുള്ള നിങ്ങൾ 1 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ ഇതുവരെ മരുന്ന് കഴിക്കാതിരുന്ന എന്താ കാരണത്തിലായിരുന്നു പറഞ്ഞ് ഞങ്ങളെ വഴക്ക് പറഞ്ഞു നാളെ തന്നെ TMG ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, കുറെ ടെസ്റ്റുകൾ ഇങ്ങനെ തന്നു, നാളെ തന്നെ ഒന്ന് അഡ്മിറ്റ് ആകാൻ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്നു. അന്ന് ഞങ്ങൾ ഉറങ്ങിയില്ല, ഞങ്ങൾ രണ്ടും കരഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ വയസ്സാം കാലത്ത് ഒരു ജീവിതം നീ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്ന് എന്നെ മാറ്റാനാണോ എന്താണെന്ന് അറിയത്തില്ല. മാത്രമല്ല 2ാമത് വിവാഹം കഴിച്ച് വന്നപ്പോ എന്റെ വീട്ടിൽ പുനലൂരുള്ളവർ പറയും ഇവക്ക് വല്ല കാര്യമുണ്ടോ, അവിടെ പോയി രോഗമായിട്ട് അവിടെ പോയി ഇവക്ക് ഇങ്ങനെ വന്നത്, ഇവിടെങ്ങാണ് നിന്നാ പോരാണെന്ന് പറയും. അത് കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല. അച്ഛനും പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ആദ്യത്തെ ജീവിത പങ്കാളി എനിക്ക് നഷ്ടമായി, 2ാമത് അവിടുന്ന് തന്നതാണ്, ഇതിങ്ങനെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കരം കോർത്തു പിടിച്ച് അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് വെളുപ്പാൻ കാലത്ത് ഞങ്ങൾ ടെസ്റ്റിന് പോവാണ്. അവിടെ ചെന്ന് ടെസ്റ്റുകളെല്ലാം നടത്തി കൊണ്ടുവന്ന് ഡോക്ടർ മുമ്പ് റിസൾട്ട് കാണിക്കാൻ നിൽക്കുക. അപ്പൊ എനിക്കറിയാം, എന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, റിസൾട്ട് കാണിച്ചിട്ട് അഡ്മിറ്റ് ആകാനുള്ളതെല്ലാം നമുക്കിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാം, ഞാൻ ഇവിടെ വന്ന് ബൈക്കിൽ വന്നെല്ലാം എടുത്തുകൊണ്ട് വരാം, നിന്നെ അവിടെ എന്ന് പറഞ്ഞ് റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് നിൽക്കുക. അപ്പൊ അഡ്മിറ്റ് ആവാൻ എഴുത്തരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക. ഈ റിസൾട്ട് വാങ്ങി ഡോക്ടർ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കി, അതൊക്കെ എന്റെ മുഖത്തൊന്ന് നോക്കി, വീണ്ടും റിസൾട്ടിന് നോക്കി, എന്റെ മുഖത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഇതിനകത്ത് യാതൊരു കുഴപ്പവും കാണുന്നില്ല, തലേ ദിവസം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ആരാ എന്ന് ചോദിച്ചിട്ടാ ഡോക്ടർ പിറ്റേ ദിവസം പറയാ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ഒരു മരുന്നും കഴിക്കണ്ട, നിങ്ങൾക്കൊരു കുഞ്ഞു ഹൃദയമുണ്ട്, 1 വർഷത്തേക്ക് ഈ ഹൃദയത്തിന് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം
വേണമെങ്കിൽ ഗ്യാസിന്റെ വല്ലതും ഗുളിക വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയാൻ കേൾക്കുന്നു. പ്രിയപ്പെട്ടത് എന്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ പറയട്ടെ, എന്റെ യേശു ജീവിക്കുന്ന ദൈവം എന്റെ പാപത്തിൽ നിന്ന് മാത്രമല്ല എന്റെ രോഗത്തിനും മതിയായ എന്റെ ദൈവം എന്നെ അത്ഭുതകരമായി വിധിച്ചതാണ്. ആമേൻ, സ്തോത്രം. പിന്നെ ഇന്ന് വരെ, ഈ നിമിഷം വരെ ഹാർട്ടിന് വേണ്ടിയിട്ട് ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പൊ 2025 എന്റെ ദൈവം ജീവിക്കുന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമാണ് ദൈവം എനിക്ക് തന്നത്. അദ്ദേഹത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളും അവര് ആ ദൈവവേലയ്ക്ക് വേണ്ടി കരുതുകയും കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഹിന്ദുവിൽ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്റെ വീട്ടിൽ വരുന്ന പാസിന് ഒരു നല്ല കട്ടൻ കാപ്പി പോലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് അതിനുള്ളൊരു വരമില്ല, കാരണം ഞങ്ങളുടെ അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ വീട്ടിലൊന്നും ഇല്ലെങ്കിലും വരുന്നവരെ സൽക്കരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കുടുംബം, ആ ഒരു കുടുംബത്തിൽ വന്നു ചേർന്ന് ഇവിടെ നിന്ന് എനിക്ക് അനേക പാഠങ്ങൾ പഠിക്കുവാൻ ഇടയാക്കി. മാത്രമല്ല ദൈവവചനം പഠിക്കാൻ ഇടയായിരുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ പറഞ്ഞ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്ന് പഠിച്ചിട്ടുള്ളൊരു പാഠം എനിക്കറിയാം. പക്ഷെ എനിക്ക് മനസ്സിലായി തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്ന ദൈവം. ആമേൻ, സ്തോത്രം. മൃത്യോമ അമൃതംഗമയ, ഈ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തുന്ന ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ. ആമേൻ, സ്തോത്രം. പിന്നെ വചനങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഉറച്ച വിശ്വാസമായി. എനിക്ക് മനസ്സിലായി കൈവേലയിലല്ല ദൈവം ഇരിക്കുന്നത്, ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടെന്നൊരു ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനിടയ്ക്ക് 2016 ഇന്റർനാഷണൽ പ്രേയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു തിരുവല്ലയിലുള്ള തങ്കം അമ്മച്ചി എന്ന് പറയുന്ന ആ അമ്മച്ചിയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും അതിൽ പ്രവർത്തിക്കുവാനും എനിക്ക് ദൈവം ഇടയാക്കി. അത് മുഖേന കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പോയി മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ പറയായിരുന്നു, എന്റെ പ്രിയപ്പെട്ടവൻ വർഷങ്ങൾക്കും 40-40 വർഷങ്ങൾക്ക് മുമ്പേ ദൈവവേലയ്ക്ക് ഇറങ്ങി അദ്ദേഹം പോയി കേരളത്തിൽ ഉടനീളം പോയി ദൈവത്തിന്റെ വേല ചെയ്ത ആളാണ്. ഓരോ സ്ഥലങ്ങൾ കൂട്ടായ്മ നടത്തി അവിടെയുള്ള സഭകൾ ഏൽപ്പിച്ച് അങ്ങനെ സുവിശേഷ വേല ചെയ്ത അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, ഞാന് ഒന്നിനൊരു നേരെ ഇവിടെ വന്നതല്ലാതെ എനിക്ക് ഒരു മനുഷ്യരോട്ടൊരു പരിചയമില്ലല്ലോ, ആരുമായിട്ടൊരു പരിചയമില്ല എന്ന് ഞാൻ പറയട്ടെ. ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ദൈവദാസിമാര് ദാസന്മാര് എനിക്ക് പരിചയമുള്ളവരുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് രാജസ്ഥാനിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, പഞ്ചാബിലുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാൻ, അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എന്നെ ഇടയാക്കി. ആ ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിലൂടെ അങ്ങനെ ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവവേലയിലേക്ക് കടക്കുവാൻ ഇടയായി. അതെല്ലാം കാരണം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിൽ ദേവദാസന്റെ ഭാര്യയായി ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം. അതിൽ നിന്നുണ്ടായ നന്മയാണ്. ഇന്ന് അതിരാവിലെ 4 മണിക്ക് ഒരു പ്രയർ 4 വർഷത്തിന് മുമ്പ് തുടങ്ങി. 4 മണിക്ക് തുടങ്ങിയ പ്രയർ 5:30 വരെ ഉണ്ട്. അനേക സഹോദരിമാര് ആ കൂട്ടായ്മയിൽ കടന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി, അന്ധവിശ്വാസത്തിൽ ഇരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിൽ വരുവാൻ വേണ്ടി, ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഉഷസ്സിൽ ഉണർവോടെ എന്ന ഒരു പ്രാർത്ഥന തുടങ്ങുവാൻ ദൈവം എനിക്ക് കാഴ്ചപ്പാട് തന്നു. അത് ഇന്നും നടക്കുന്നു. ആമേൻ, സ്തോത്രം. അതുപോലെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേലയിൽ, പല സ്ഥലങ്ങളിൽ പോയി മെസ്സേജ് പറയുവാൻ, പല സ്ഥലങ്ങളിൽ പോയി മീറ്റിങ്ങുകൾ നടത്തുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയില് ഒരു ദൈവദാസന്റെ ഭാര്യയായി, 9 മക്കളുടെ അമ്മയായി, പ്രസവിക്കാതെ തന്നെ 7 മക്കളെ കൊണ്ട് ദൈവം എനിക്ക് തന്നു. അതിലൊരു അതിശയമുണ്ട്, എനിക്ക് ആൺമക്കളില്ലാതിരുന്ന സ്ഥാനത്ത് 6 ആൺമക്കളെ കൊണ്ട് ദൈവം എനിക്ക് തന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയും, എനിക്ക് 9 മക്കളുണ്ട്, 16 കൊച്ചുമക്കളുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കൂടെ 16 കൊച്ചുമക്കളുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങൾ 2 ഉണ്ട്, കൊച്ചുമക്കളുടെയും കൊച്ചുങ്ങൾ 2 ഉണ്ട്. അപ്പൊ എത്ര പേരായി ഞങ്ങളുടെ കുടുംബത്തിൽ. ആമേൻ, സ്തോത്രം. ആമേൻ. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ജീവിതം എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ആമേൻ, സ്തോത്രം. എന്റെ ദൈവം ഒരപ്പനെ പോലെ എന്നെ സ്നേഹിച്ചു, ഒരമ്മയെ പോലെ വാത്സല്യം നൽകി എന്നെ കരുതി, കാൽ വഴുതി പോകാതെ, കല്ല് തട്ടിപ്പോകാതെ എന്നെ കാത്തു. കഷ്ടങ്ങൾ വന്നത് എനിക്ക് ഗുണമായി. എന്റെ ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകത്താൽ എന്റെ ദൈവം എന്നെ നിറച്ചു. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ദൈവത്തിന്റെ വേല ചെയ്യുന്നു എന്നുള്ള ആ ഭാഗ്യമാണ്. ഈ ലോകത്ത് മറ്റൊന്നുമില്ലെങ്കിലും
അതുമാത്രം മതി. അന്ത്യം വരെയും എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിലനിൽക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ എഴുതിയ ഒരു പാട്ടിന്റെ ചില വരികൾ പാടിക്കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എൻ മനം നിറഞ്ഞു നിന്നിടേ നാമൻ പ്രഭോ യേശുവേ എൻ ജീവനേ എന്നിൽ നിന്നും മായല്ലേ യേശുവേ എൻ ജീവനേ എന്നിൽ നിന്നും മായല്ലേ അങ്ങില്ലാതില്ല ഒരാശ്രയം എങ്ങോമില്ല ഒരാഭയവും വിങ്ങുമെൻ ഹൃദയത്തിൽ തേങ്ങലറിയും ദൈവമേ വിങ്ങുമെൻ ഹൃദയത്തിൽ തേങ്ങലറിയും ദൈവമേ ജീവനായക പ്രഭോ ജീവവചനമായി നീ എന്നിൽ ജീവനേകുവാൻ സ്വന്തം ജീവൻ വെടിഞ്ഞു നീ എന്നിൽ ജീവനേകുവാൻ സ്വന്തം ജീവൻ വെടിഞ്ഞു നീ ജീവനായക പ്രഭോ. ആമേൻ. സ്തോത്രം. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അന്ത്യമോളം മരിക്കുവോളം എൻ്റെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓർത്ത് ദേവദാസി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും ഇരിക്കുന്നു. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചെന്ന പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ദൈവം കണ്ടവരെ ഹല്ലേലൂയ, മുൻ നിയമിച്ചവരെ അവന് ഹല്ലേലൂയ തിരഞ്ഞെടുത്ത് കർത്താവ് ഹല്ലേലൂയ തൻ്റെ വയൽ പ്രദേശത്താക്കുന്നു. ഹല്ലേലൂയ. രൂത്തിനെ കർത്താവ് ബോവസിൻ്റെ വയലിൽ കൊണ്ടെത്തിച്ച ദൈവമാണ്. മോബാബി സ്ത്രീയായിരുന്നു രൂത്തിനെ. ഹല്ലേലൂയ. അതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസിയും ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വേലക്കാരിയാക്കി ദൈവം തീർത്തിരിക്കുന്ന ദൈവം എത്രയോ വലിയവനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്താവ് പ്രിയ ദൈവദാസിയെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവദാസി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം കർത്താവെ അങ്ങയുടെ ഒരു സാക്ഷിയായി കർത്താവെ ഹല്ലേലൂയ ദൈവമേ, അടിയന്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ ഈ ചാനലിലൂടെ ദൈവം ഇടയാക്കിയ അവസരം തന്ന ദൈവമേ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയൻ പറഞ്ഞ ഓരോ വാക്കുകളും ഇത് കേൾക്കുന്നവർക്ക് ദൈവമേ ആത്മീയവർദ്ധനം ഉണ്ടാകുവാൻ ഇടയായി തീരണമേ. ജീവനുള്ള ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് കർത്താവെ പറയുവാൻ ഇന്ന് പകൽക്കാലം ദൈവം അടിയനെയും ദൈവം സഹായിച്ചല്ലോ. കർത്താവെ, കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആത്മീയ വർധനം ഉണ്ടാകണം. ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്ത ദാസരായി ജീവിക്കുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞാൻ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുറവുകൾ, കുറ്റങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്, എങ്കിലും അവിടുന്ന് സ്നേഹിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, അപ്പനേക്കാളും അമ്മയെക്കാളും ഉപരിയായി സ്നേഹിക്കുന്ന ദൈവം ഈ നാളുകൾ കർത്താവെ ഇനിയും അങ്ങയുടെ വേല ചെയ്യുവാൻ അടിയനെ അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ്, പ്രിയാദാസി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ അവസരം തന്ന ദൈവമേ ചാനലിനെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഒന്ന് മാത്രം മതി കർത്താവെ, ആ നിത്യത നിങ്ങൾക്ക് നഷ്ടമാകാതെ കർത്താവെ അങ്ങ് ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി എന്തുമേതുമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് കർത്താവ് നിമിത്തം എന്ത് നേടാമെന്നുള്ളതല്ല, കർത്താവ് നിമിത്തം എന്ത് നഷ്ടമാക്കാമെന്നുള്ള ചിന്തയോടെ ദൈവത്തിന്റെ വേല പൂർത്തീകരിക്കുവാൻ ഇവരുള്ളവരെയും സഹായിക്കുമാറാകണേ. കുടുംബമായ അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പുല്ലുനാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ.